ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണയാണ്. ഇന്ന് നമ്മുടെ ഓണം എക്സാമിന് 4 ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ആ 4 ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തിലുണ്ട് കേട്ടോ. അതായത് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ വൺ വേർഡുകൾ, മാച്ച് ദ ഫോളോയിങ് കേട്ടോ. എന്ന് വെച്ചാൽ അത് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അങ്ങ് എഴുതിക്കോണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ആ കേൾക്കുമ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണേ നിങ്ങൾ കേട്ടോ. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നമുക്ക് ഈ 4 ചാപ്റ്ററും കൂടെ പറയേണ്ടത് കൊണ്ട് ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോകും. കാരണം നമുക്ക് 4 കൂടെ ഈ ഒരൊറ്റ ലിങ്കിൽ കൊണ്ടുവരേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾ പതുക്കെ സാവധാനം എഴുതിയെടുക്കണം കേട്ടോ. ഞാൻ വായിക്കുന്നുകൊണ്ട് ഇതിനകത്തിൽ എഴുതിയത് കൊണ്ട് ഇനി ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ല എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഒന്ന് ക്ഷമിച്ചേക്കണേ കുഞ്ഞുങ്ങളെ. കാരണം നമ്മൾ മാക്സിമം തെറ്റാത്ത രീതിയിലാണ് ഈ പറയുന്നത്. കാരണം ഈ 4 ചാപ്റ്ററും നമ്മൾ ഇതിനകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഇനി ഞാൻ സോഷ്യൽ സയൻസ് ഓണം കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ. കാരണം ഓണം വരെയുള്ള 4 ചാപ്റ്റർ ഇതിനകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഒന്നാമത്തെ ഹൂ വെയർ ദ ആൾവാർസ്. ഈ ആൾവാർമാർ എന്ന് വെച്ചാൽ ആരാണ്? അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ ഇങ്ങനെ തരും. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുന്ന. ഹൂ വെയർ ദ ആൾവാർസ്, ആരായിരുന്നു ആൾവാർ? അതിനകത്തിൽ കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഓർത്താൽ മതി ആരാണ്. വിഷ്ണു ഭക്തന്മാർക്ക് പറയുന്ന പേരാണ് എന്താ ഞങ്ങളെ ആൾവാർമാർ കേട്ടോ. ആൾവാർസ് എന്ന് മലയാളത്തിൽ, ആൾവാർന്ന് എഴുതിയാലും ആൽവാർന്ന് എഴുതിയാലും മലയാളത്തിൽ ശരിയാണ് കേട്ടോ. ആൾവാർന്നാണ്. എന്നാലും ഇല്ല ആയതുകൊണ്ട് ഇനി അത് പോട്ടെ, ഇങ്ങനെ അങ്ങ് എഴുതിക്കോണേ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് എ സൂബ അല്ലേ? നമ്മൾ ഓർമ്മയുണ്ടോ സൂബ? ഈ സൂബ ഈസ് മുഗൾ അഡ്മിനിസ്ട്രേഷൻസ്. ഈ മുഗൾ ഭരണത്തിലെ ഒരു സൂബ എന്താണ്? ഈ സൂബ എന്ന് വെച്ചാൽ മുഗൾ ഭരണത്തിൽ ഏത് എന്ന് വെച്ചാൽ വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, പ്രൊവിൻസ്, കിങ്ഡം എന്നൊക്കെ തന്നിട്ടില്ലേ? അതിനകത്തിൽ ഏതാ കുഞ്ഞുങ്ങളെ? പ്രൊവിൻസാണ് കേട്ടോ. സൂബ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവശ്യയാണ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ. അതായത് ഒന്ന് നമ്മൾ പഠിച്ചത് ആൽവാർസ് എന്ന് കേൾക്കുമ്പോഴേ വിഷ്ണു ഭക്തരുണ്ടല്ലോ, ശിവഭക്തരുണ്ട്, വിഷ്ണു ഭക്തരുണ്ട് അല്ലേ? അവർക്ക് പിന്നെ അതിൽ ശിവന്മാരെ നായനാർമാരാണ് കേട്ടോ. അത് ഓർത്തോണേ. നമ്മുടെ വിഷ്ണുവിന് ആരാണ്? വിഷ്ണു ഭക്തർക്ക് ആഴ്വാർ അല്ലെങ്കിൽ ആൽവാർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി സുബ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം ഒരു പ്രവശ്യ അല്ലെങ്കിൽ പ്രൊവിൻസ് ആണ്. അടുത്ത അക്ബറിൻ്റെ ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് ഫലപ്രദമായി രൂപീകരിച്ച ഒരു ഘടന ഏതാണെന്ന് ചോദിച്ചാൽ മൻസബ്ദാരിയാണ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സമീന്ദാരി എന്ന് വെച്ചാൽ എന്താ, മൻസബ്ദാരി എന്ന് വെച്ചാൽ എന്താണെന്നൊരു ഡൗട്ടൊന്നും വേണ്ട. നമ്മൾ വലിയ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അക്ബറിൻ്റെ ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് ഫലപ്രദമായിട്ട് രൂപീകരിച്ചൊരു ഘടനയ്ക്ക് പറയുന്ന പേരാണ് മൻസബ്ദാരി കേട്ടോ. മൻസബ്ദാരി. ഇനി വാട്ട് സ്ട്രക്ചർ വാസ് എഫക്റ്റീവ്ലി ഫോംഡ് ഡ്യൂറിങ് അക്ബർസ് റെജിം ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അതാണ് ഈ ചോദ്യത്തിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് ഇതാണ് കേട്ടോ. ഞാനിത് പറഞ്ഞിട്ട് വേണമായിരുന്നു ഇത് പറയാൻ. അപ്പം ഇതിൻ്റെ ഇംഗ്ലീഷാണ്. ഓക്കെ ആണല്ലോ. അടുത്ത 4, ഈ പെരുമാൾ തിരുമൊഴി എഴുതിയത് ആരാണ്? ദ വേഴ്സ് പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ ബൈ, ആരാണ് എഴുതിയത്? കുലശേഖര ആൾവാർ. കുലശേഖര ആൾവാർ. ആൾവാറിനകത്തിൽ ഒരെണ്ണമാണ് ഈ കുലശേഖര ആൾവാർ കേട്ടോ. ഇനി ഡാഷ് ഇസ് ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. നമ്മൾ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിന്, നമ്മൾ അങ്ങ് ദൈവത്തിനോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ? ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം അങ്ങ് സമർപ്പിക്കുന്നതിനെ നമ്മൾ ഭക്തി എന്നാണ് പറയുന്നത് അല്ലേ? ഭക്തി കേട്ടോണേ. അടുത്ത റൈറ്റിംഗ് ഓഫ് ആൾവാർസ് ആണോ? ഇനി ഈ ആഴ്വാർമാരുടെ രചനകൾക്ക് പറയുന്ന പേര്, ഇതൊക്കെ ഉറപ്പാണ് കുഞ്ഞുങ്ങളെ, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ആഴ്വാർമാരുടെ രചനകൾക്ക് പറയുന്ന പേര് 4000 ദിവ്യ പ്രബന്ധം എന്നാണ്. 4000 ദിവ്യ പ്രബന്ധം. അങ്ങനെയാണെങ്കിൽ നായനാർസിൻ്റെ റൈറ്റിംഗിന് എന്താ പറയുന്നത്? നായനാർമാരുടെ രചനകൾക്ക് പറയുന്നത് തിരുമുറൈകൾ എന്നാണ്. തിരുമുറൈകൾ. തിരിച്ച് മറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം തിരിഞ്ഞു പോകരുത്. എന്തെങ്കിലുമൊക്കെ ക്ലൂ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് വേണം പഠിക്കാൻ. ആൾവാർസിൻ്റെ രചനകൾക്ക് പറയുന്നത് 4000 ദിവ്യ പ്രബന്ധം. നായനാർസിൻ്റെ രചനകൾക്ക് പറയുന്നത് തിരുമുറൈകൾ എന്നാണ്. ഇനി ബസവണ്ണയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണും കേട്ടോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദി, നമ്മുടെ ബസവണ്ണയുടെ ആത്മീയ ചർച്ചാവേദിയുടെ പേരെന്താന്ന്? അനുഭവ മണ്ഡപം. ഈ അനുഭവ മണ്ഡപത്തെക്കുറിച്ച് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ആരാ? അനുഭവ മണ്ഡപത്തിലെ ചർച്ചാവേദിക്ക് പറയുന്ന പേര് അനുഭവ മണ്ഡപം ആണെങ്കിൽ അവിടെ ആരൊക്കെയാണ് കുഞ്ഞുങ്ങളെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത്? അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയും. ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് അപ്പുറത്ത് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരെണ്ണം ഇല്ലെന്ന് വിചാരിച്ച്
അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. അടുത്ത നെയിം ഓഫ് ദ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം. കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഡാഷ് എന്നറിയപ്പെടുന്ന കീർത്തനത്തിലൂടെയാണ്. അപ്പോൾ കബീറിൻ്റെ കീർത്തനം എന്ന് കേൾക്കുമ്പോഴേ ദോഹാസ്. ഹൗ ഡിഡ് കബീർ സ്പ്രെഡ് ഹിസ് ഐഡിയ? അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ എല്ലായിടവും സ്പ്രെഡ് ചെയ്തത് ഏതാ? ദോഹാസ്. കേട്ടോ. അടുത്ത സൂഫീസ്. ഈ സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ ഡെവലപ്മെൻ്റ് സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. സൂഫീസ് വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഭക്തി ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ്. മധ്യ ഏഷ്യയിൽ, സെൻട്രൽ ഏഷ്യയിൽ അവിടെയുള്ള ആ പ്രദേശങ്ങളിൽ രൂപം കണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാവും നിങ്ങളെ സൂഫിസം. പഠിച്ചു വെച്ചേക്കണേ സൂഫിസം. അടുത്ത നെയിം ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് സൂഫീസ്. ഈ സൂഫികളുണ്ടല്ലോ, സൂഫികളുടെയൊക്കെ അവരെല്ലാം കൂടെ താമസിക്കുന്ന റെസിഡൻസിന് പറയുന്ന പേര് എന്താണ്? ഖാൻ ഗാഹകൾ എന്നാണ് കേട്ടോ. ഖാൻ ഗാഹ. ഈ സ്പെല്ലിങ് പഠിച്ചോണേ, ഗാഹുകൾ. ഇവിടെ സ്പെല്ലിങ് മലയാളം ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. അടുത്ത സൂഫികളുടെ ഗുരുവിന് ഏത് പേരാണ് അറിയപ്പെടുന്നത്? പീർ. എന്താ നിങ്ങളെ പീറകളാണെന്ന് നമ്മൾ പറയത്തില്ലേ? നമ്മളിപ്പോൾ കളിയാക്കി പറയത്തില്ല, നീയൊക്കെ ഞങ്ങളുടെയൊക്കെ വേറെ പീറ കടക്ക് പുറത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. പീറ എന്ന് പറയുന്നത് വെച്ചാൽ പീർ എന്ന് പറയുന്നത് എന്താ? സൂഫിയുടെ ഗുരുവിനെ പറയുന്ന പേരാണ് പീർ. കേട്ടോ. പീറ എന്നല്ല, പീർ. ഓർത്തോടെ വരികളെ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയൊക്കെയാണ് പറയുന്നത്. സൂഫി ഗുരുവിൻ്റെ അനുയായികളെ, ഇനി ഈ സൂഫിയുടെ ഗുരു ഉണ്ടല്ലോ, ഗുരുക്കന്മാരുടെ അനുയായികൾ, അവരുടെ കൂടെ ആൾക്കാർ നടക്കുമല്ലോ, അവരെ മുരീദ് എന്നാണ് വിളിച്ചിരുന്നത്. ദ ഫോളോവേഴ്സ് ഓഫ് ദ സൂഫീസ് ഗുരു വേർ മുരീദ്. 12 സെക്ട് ഓഫ് സൂഫീസ് വെയർ നോൺ ആസ് ആൻഡ് സിൽസില. സിൽസിലയെക്കുറിച്ച് ഞാൻ അടുത്തതിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. സിൽസില 12 സെക്ട് ഓഫ് സൂഫീസ്. അടുത്ത ഉറുദു ഭാഷയിൽ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ ആരാണ്? തമിഴ് ഭാഷയുണ്ട് കേട്ടോ, തമിഴും ഉണ്ട്, തെലുങ്കുണ്ട്, ഉറുദു ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നോക്കണേ. ഉറുദു ഭാഷയിൽ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ ആരാണ്? അമീർ ഖുസ്രു. പേരൊക്കെ പഠിച്ചോണ്ടേ നിങ്ങളെ, അമീർ ഖുസ്രു കേട്ടോ. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂള് ഇൻ 1526. 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആര്? ബാബർ. ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് മതനികുതി നിർത്തലാക്കിയത്. ഓർത്തോടെ നിങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്പീഡിൽ പോകുന്നെന്ന് വിചാരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മതനികുതി നിർത്തലാക്കിയത് ജസിയ എന്ന് പറയുന്ന ആരാ നിർത്തലാക്കിയ? അക്ബർ കേട്ടോ. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫേമസ് റൂളർ ഓഫ് വിജയനഗര എന്ന് ചോദിച്ചാൽ കൃഷ്ണദേവരായറാണ് കേട്ടോ. 20 എണ്ണം. അതായത് നമ്മൾ ചാപ്റ്റർ ബേസ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണേ, നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഡ്യൂറിങ് ഹൂസ് റീജിയൻ വാസ് ദ റെഡ് ഫോർട്ട് ബിൽഡ്. ചെങ്കോട്ട പണി കഴിച്ചത് ആരുടെ ഭരണകാലത്താണ്? മുഗൾ എംപറർ ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്താണ്. വേർ ഡസ് ദ പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ? സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? റെഡ് ഫോർട്ട് ഇൻ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ദ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. ഇതേ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനം ഏതാണ്? വിജയനഗരത്തിന്റെ തലസ്ഥാനം എന്ന് കേൾക്കുമ്പോഴേ ഹംപി കേട്ടോ. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ? ഡൽഹിയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? അക്ബറാണ് കേട്ടോ. മുമ്പ് നമ്മൾ പഠിച്ചത് 1526 ഡൽഹിയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് അക്ബറാണ്. റൈറ്റ് ദ ഇയർ ഇൻ വിച്ച് മുഗൾ റൂൾ ബിഗാൻ ആൻഡ് എൻഡഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചതും അവസാനിച്ചതും ഏത് വർഷമാണ്? ഇന്ത്യയിൽ മുഗൾ ഭരണം തുടങ്ങിയതും അവസാനിച്ചതും ഏത് വർഷമാണ്? 1526 മുതൽ 1857 വരെ. ഹു വെയർ ദ മെയിൻ മുഗൾ റൂളേഴ്സ്? പ്രധാന മുഗൾ ഭരണാധികാരികൾ ആരെല്ലാം? വളരെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മുഗൾ റൂളേഴ്സ് ആരെല്ലാമാണ് നമ്മൾ അതിന്റെ ബാദ്ഷാ എന്നൊക്കെ ചുരുക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് കേട്ടോ. അടുത്ത 3 മാർക്കിന്റെ ചോദ്യം നിങ്ങളെ. ഹൗ ഡിഡ് ബാബർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ
ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഈ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയത് എന്നൊരു ചോദ്യം 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഇൻ 1526 എബ്രഹാം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോധി ഡൈനാസ്റ്റി, ആൻഡ് ബാബർ, ദ റൂളർ ഓഫ് കാബുൾ, ഫൗട്ട് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന. ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഈസ് റെഫർഡ് as first battle of Panipat. ബാബർ laid the foundation of the Mughal rule in India through this victory. അതായത് 1526 ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയും ഇബ്രഹാം ലോധിയും, അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയുടെ പേര് ഇബ്രഹാം ലോധിയാണ്. കാബുൾ ഭരണാധികാരി ബാബറും ഹരിയാനയിലെ പാനിപ്പത്തിൽ യുദ്ധം ചെയ്തു. ചരിത്രത്തിൽ ഈ യുദ്ധത്തെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിളിക്കുന്നു. വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ടത്. മനസ്സിലായോ ആ ചോദ്യം? പാനിപ്പത്ത് യുദ്ധത്തെ ചേട്ടോ. What was the arrangement adopted for administrative convenience during the Mughal period? മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ക്രമീകരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഡ്യൂറിങ് ദ മുഗൾ റൂള് വില്ലേജേഴ്സ് വെർ ഓർഗനൈസ്ഡ് ഇൻറ്റു പർഗാനാസ്. ഈ പർഗാനാസ് ഇൻറ്റു സർക്കാർസ് ആൻഡ് സർക്കാർസ് ഇൻറ്റു സുബാസ് കേട്ടോ. ദർ വെയർ അബൌട്ട് 15 സുബാൻസ് ഡ്യൂറിങ് ദ അക്ബർ റീജിയൻ ആൻഡ് അബൌട്ട് 20 സുബാസ് ഡ്യൂറിങ് ഔറംഗസേബ് റീജിയൻ. ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു അത് പടം വരച്ചിട്ട് എഴുതണം. പടം ഞാൻ മറ്റേതിൽ എഴുതിയിട്ടുണ്ട്, കാണിക്കാം. മുഗൾ ഭരണകാലത്ത് നമ്മുടെ ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും, പർഗാനകൾ ചേർന്ന് സർക്കാരുകളും, സർക്കാരുകൾ ചേർന്ന് സുബകളുമായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അക്ബറിന്റെ ഭരണകാലത്ത് ഏകദേശം 15 സുബകളും ഔറംഗസേബിന്റെ ഭരണകാലത്ത് ഏകദേശം 20 സുബകളും ഉണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ. അത് പരീക്ഷയ്ക്കൊക്കെ 1 മാർക്കിനും ചോദിക്കാം. ഓരോരുത്തരുടെയും കാലത്ത് എത്രയൊക്കെ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ഈ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് വിശേഷിക്കുന്നു. പരീക്ഷയ്ക്ക് അത് ചോദിക്കും. ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നാൽ എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ചോദ്യം കേട്ടോ. പാനിപ്പട്ട് യുദ്ധം എന്താണ്? ഇനി നമ്മൾ അക്ബറിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. അക്ബറിനെ ബേസ് ചെയ്ത് ചോദ്യം വരും. അക്ബർ എന്ന് വെച്ചാൽ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്നതെന്നോ താഴ്ന്ന വിഭാഗങ്ങളെന്നോ തരംതിരിവില്ലാതെ, പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയും, ഹിന്ദുവെന്നോ ക്രിസ്ത്യൻസ് എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെയും എല്ലാവർക്കും തുല്യ രീതി നടപ്പിലാക്കിയ വ്യക്തിയാണ് നമ്മുടെ അക്ബർ. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ നമ്മുടെ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. അക്ബറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് നല്ല നമ്മളിപ്പോൾ സാധാരണ ഒരാളിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയല്ലേ അദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് അല്ലേ? പഠിച്ചു വെച്ചേക്കണേ. അപ്പം ഇംഗ്ലീഷ് പറയുമ്പം അക്ബർ വാസ് എ പവർഫുൾ റൂളറാണ്. ഹി അഡ്മിനിസ്ട്രേറ്റഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. He considered Hindu, Muslim, Christians alike. He treated the strong with force and the weak with mercy. അല്ലേ? കരുത്തരോട് ശക്തമായിട്ടും അതുപോലെ അശക്തരോട് കരുണയോടും പെരുമാറിയ നമ്മുടെ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കേട്ടോ. 3-4 പോയിന്റ് എഴുതിയിട്ടുള്ളൂ അക്ബറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എഴുതി വെച്ചോണേ. ഓക്കെ. അടുത്ത നമ്മളിനി അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെയാണ് നമ്മളീ പറയുന്നത്. അടുത്ത നമുക്ക് രണ്ടാമത്തെ പാഠം എടുക്കാം. വാട്ട് ഈസ് എ ഭക്തി? ഭക്തി എന്നാൽ എന്താണ്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദൈവത്തിന് ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ് ദാറ്റ് എമേർജ്ഡ് ഇൻ മിഡീവൽ ഇന്ത്യ? മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്ന 2 പ്രധാന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റുമാണ്. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവുമാണ്. ദ ഫിലോസഫർ, സോഷ്യൽ റിഫോർമർ ആൻഡ് പോയറ്റ് ഓഫ് കന്നഡ ദേശ ഹു ലിവ് in the 12th century. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കന്നഡ ദേശത്തിലെ തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായ കവിയാണ് ബസവണ്ണ. മുമ്പേ പറഞ്ഞില്ലേ ബസവണ്ണ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളാണ്. ദ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ വേദി ഏതാണ്?
കേട്ടോ. മുമ്പ് നമ്മൾ ചോദിച്ചതാ ബസവണ്ണയുടെ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ. അനുഭവ മണ്ഡപമാണ് കേട്ടോ, അനുഭവ മണ്ഡപം. ഹൂ വേർ ലീഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം. ഈ അനുഭവ മണ്ഡപത്തിൽ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇംഗ്ലീഷും മലയാളവും എഴുതിയിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ മലയാളം അത് മാത്രം എഴുതിയത്. അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. കണ്ടോ, അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 5. ഇനി അടുത്ത വൺ വേർഡാ കൂടുതലും കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളുടെ പേരെന്താണ്? അനുഭവ മണ്ഡപത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളുടെ പേര് വചനങ്ങൾ എന്നാണ് കേട്ടോ, വചനങ്ങൾ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ഈ ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? വീരശൈവ പ്രസ്ഥാനം. അപ്പോൾ ബസവണ്ണ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പിരിച്വൽ ഫോറം, അതായത് ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ വേദിയുടെ പേര് അനുഭവ മണ്ഡപമാണ്. അതിനകത്തിൽ പങ്കെടുത്തത് അല്ലാമ പ്രഭുവും അക്ക മഹാദേവിയുമാണ്. ഇനി ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയം എന്ന് വെച്ചാൽ വചനങ്ങളാണ്. ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് വീരശൈവ പ്രസ്ഥാനം എന്നാണ്. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയ ത്രൂ ഹൈംസ് നോൺ ആസ്. കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് കീർത്തനങ്ങളിലൂടെയാണ്. ആ കീർത്തനത്തിന്റെ പേര് ദോഹാസ്. മുമ്പ് നമ്മൾ പറഞ്ഞ ദോഹാസ്. വാട്ട് ഈസ് എന്താണ് ഷബാദ്? എന്താണ് ഷബാദ്? ഷബാദ് ഈസ് ദ പ്രയർ സോങ് കമ്പോസ്ഡ് ബൈ ഗുരുനാനാക്ക്. ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗീതത്തിന്റെ പേരാണ് ഷബാദ് കേട്ടോ. ദ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി കിച്ചൺ ബൈ ദ ഗുരുനാനാക്ക് ഈസ് നോൺ ആസ്. ഗുരുനാനാക്കിന്റെ സമൂഹ അടുക്കള അറിയപ്പെടുന്നത് ഏതാണ്? ലംഗാർ എന്നാണ്. ലംഗാർ കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹോളി ബുക്ക് ഓഫ് സിക്കിസം. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നോക്കിയേ, ആദി ഗ്രന്ഥം ഗുരുഗ്രന്ഥ സാഹിബ്. ആദി ഗ്രന്ഥോറ് ഗുരുഗ്രന്ഥ സാഹിബ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത ഹൂ വേർ ദ ഫേമസ് വുമൺ ഡിവോട്ട്സ് ഫ്രം തമിഴ്നാട്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഉറുദുവിൽ എന്തോന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ സംഗീതർ. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ സ്ത്രീ ഭക്തരാരൊക്കെയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ സ്ത്രീ ഭക്തരാണ് കാരക്കൽ അമ്മയാറും ആണ്ടാളും കേട്ടോ. ടെസ്റ്റ് ഇവരെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. കാരക്കൽ അമ്മയാറും അതുപോലെ തന്നെ ആണ്ടാളും. ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് സൂഫിസം വാസ് ഒറിജിനേറ്റഡ് ഇൻ. ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനം സൂഫിസം എവിടെ നിന്നാണ്? സെൻട്രൽ ഏഷ്യ, മധ്യ ഏഷ്യ. നമ്മൾ അതും പറഞ്ഞതാ. സൂഫിയുടെ ഗുരുവിന് പറയുന്ന പേര് പിർ അല്ലേ? മുമ്പ് പറഞ്ഞ സൂഫിയിൽ ഗുരുക്കന്മാരുടെ പേര് പിർ എന്നാണ്. ദ ഫോളോവേഴ്സ് ഓഫ് സൂഫി ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരെ മുരീദ്, അത് നമ്മൾ പറഞ്ഞതാണ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് സൂഫീസ്. ഈ സൂഫികൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഖാൻഖാസ്. നെയിം എനി ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഉറുദു ലാംഗ്വേജ്. ഉറുദു ഭാഷയിലെ പ്രമുഖരായ ഒരു എഴുത്തുകാരന്റെ പേരാണ് അമീർ ഖുസ്രു. വായിക്കാൻ പറ്റണേ. ഓക്കെ. ഹൂ വാസ് ദ ഓഥർ ഓഫ് ഗീതാ ഗോവിന്ദ ഇൻ ബംഗാളി ലാംഗ്വേജ്. ബംഗാളി ഭാഷയിൽ ഗീതാ ഗോവിന്ദം എഴുതിയത് ആരാണ്? ജയദേവ. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെയാണ് ഇത്. ജ്ഞാനപാന വാസ് റിട്ടൺ ബൈ. ജ്ഞാനപാന എഴുതിയത് പൂന്താനം. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് റിട്ടൺ ബൈ. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ദ റൈറ്റിംഗ് ഓഫ് നായനാർസ് കെയിം ടു ബി നോൺ ആസ്. നായനാർമാരുടെ രചനകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തിരുമുറൈകൾ. ശിവഭക്തന്മാരെയാണ് എന്ത് പറഞ്ഞത്? നായനാർമാർസ് എന്നറിയില്ലേ? ശിവഭക്തന്മാരാണ്. വിഷ്ണു ഭക്തരെയോ? ആൽവാർസ്. തിരിഞ്ഞു പോകല്ലേ. നായനാർമാരുടെ രചനകളെ തിരുമുറൈകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഹൂ വേർ ദ പ്രൊമിനന്റ് പോയിറ്റ് എമംഗ് ആൽവാർസ്. ആൽവാർമാരിൽ പ്രമുഖ കവികൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? കുലശേഖര ആൽവാർ, പെരിയാർവാർ, നമ്മാഴ്വാർ, ആണ്ടാൾ കേട്ടോ. എല്ലാം കേട്ടോ. ഹൂ വേർ ദ പ്രൊമിനന്റ് പോയിറ്റ് എമംഗ് നായനാർസ്. നായനാർമാരിലും ഉണ്ട് കേട്ടോ. രണ്ടിലും ഉണ്ട് കേട്ടോ. അതായത് പ്രൊമിനന്റ് പോയിറ്റ് ആൽവാർസിലും ഉണ്ട്. അത് തിരിഞ്ഞു പോകല്ലേ. ദ ആൽവാർസിലെ പ്രൊമിനന്റ് പോയിറ്റുകൾ ഈ 4 പേരും. അതുപോലെ തന്നെ നയനാർസിലെ ഏതൊക്കെയാണ്? കാരക്കൽ അമ്പയർ, അപ്പർ, സമ്പന്തർ, സുന്ദരൻ, മാണിക്യവാസകർ. ഇതൊക്കെയാ കേട്ടോ.
ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾ എഴുതിയെടുത്തോണേ നിങ്ങൾ കേട്ടോ. ഏതൊക്കെ ആൽവാറിൻ്റെയും നായനാർസിൻ്റെയും. ഇനി സിക്കിസം വാസ് ഫൗണ്ടഡ് ബൈ, ആരാണ് സിക്കിസം? സിഖ് മതസ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗുരു നാനാക്ക്. അടുത്ത ഭക്തി മൂവ്മെന്റ് എന്നാൽ എന്താ? ഭക്തി മൂവ്മെന്റ് 2 മാർക്കിന്റെ. ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഒന്ന് കേട്ടല്ലോ. അടുത്ത മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനമാണ് നമ്മൾ അതൊന്ന് പറഞ്ഞതാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്? ഭക്തി മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒന്ന്, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ പ്രധാന പങ്ക് വഹിച്ച സ്ത്രീരത്നങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞ മീരാഭായ്, കാശ്മീരിലെ ലാൽപേദ്, സൊയ്റാബായ് കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരും ഉണ്ട്. ആരാണ് സൂഫികൾ എന്ന് ചോദിച്ചാൽ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗം സ്വീകരിച്ചവരാണ് സൂഫികൾ. സൂഫിയുടെ ഗുരുക്കന്മാരുടെ പേര് പീർ എന്നാണ്. സിഖ് മതം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരുനാനാക്കുമായിട്ട്. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത് ആദി ഗ്രന്ഥ എന്നാണ്. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത് ആദി ഗ്രന്ഥ, അത് ഗുരുഗ്രന്ഥ സാഹിബാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെയാണ് ആദി ഗ്രന്ഥ. ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത വിഷ്ണു ഭക്തരെ അറിയപ്പെടുന്നത് ആഴ്വാർ. വിഷ്ണു ഡിവോട്ട്സ് വേർ നോണസ് ആഴ്വാർസ്, നമ്മളത് പറഞ്ഞതാണ്. ശിവഭക്തന്മാരെ അറിയപ്പെടുന്നത് നായനാർമാർ. ശിവ ഡിവോട്ട്സ് വേർ നോട്ട്സ് നായനാർമാർ. ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു സവിശേഷത എഴുതാൻ ചോദിക്കും. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് എന്ന് വെച്ചാൽ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. എ സമ്മറി ഓഫ് സൗത്ത് ഇന്ത്യ ഭക്തി മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ആഴ്വാമാരുടെ രചനകൾ അറിയപ്പെടുന്നത് 4000 ദിവ്യ പ്രബന്ധം എന്നാണ്. 4000 ഡിവൈൻ ട്രീറ്റീസ് കേട്ടോ. തിരുമുറൈകൾ ആരുടെ രചനകളാണ്? നായനാർമാരുടെ. ഹൂസ് കമ്പോസിഷൻസ് ആർ തിരുമുറൈ നായനാർസ്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? വാട്ട് വാസ് ദ സിറ്റുവേഷൻസ് ഓഫ് വുമൺ ഇൻ മിഡീവൽ പീരീഡ്? അവർക്ക് അംഗീകാരവും അധികാരവും പരിഗണനയും ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ കുറവായിരുന്നു കേട്ടോ. റെക്കഗ്നിഷൻസ് ആൻഡ് കൺസിഡറേഷൻ വേർ ലോ. ഈ മധ്യകാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അടുത്ത മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തെല്ലാം? ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റിംഗ് ഹ്യൂമനിസം ആൻഡ് ഇക്വാളിറ്റി. അത് 3 മാർക്കിന്റെ ചോദ്യം കേട്ടോ. അതായത് ഇഫ് ദ തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് ദ നേഷൻസ് വിൽ പ്രോസ്പർ. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നന്നായാൽ നമ്മുടെ രാഷ്ട്രം ഉയർച്ച നേടുമെന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്തയും തോട്ട്, ആക്ഷൻ, പ്രവൃത്തി ഇതൊക്കെ ഗുഡ് നല്ലതായാൽ ദ നേഷൻ നമ്മുടെ ഈ രാഷ്ട്രം തന്നെ എന്താ വിൽ പ്രോസ്പർ നല്ല ഉയർച്ച നേടുമെന്നാണ്. ആൾ ഹ്യൂമൻ ബീയിങ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങളൊക്കെ ഈക്വലാണ്, തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഇന്റർമീഡിയറീറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. ഓക്കെ, അടുത്ത മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ് ആർ ഗിവൺ ബിലോ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ: 1. ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദ ഒതന്റിസിറ്റി ഓഫ് ദ വേദാസ് വേർ ക്വസ്റ്റ്യൻഡ് അല്ലേ. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. അതുപോലെ മൊണോത്തിസം വാസ് എൻകറേജ്ഡ്. ഏകദൈവ വിശ്വാസത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. മൊണോത്തിസം എന്ന് വെച്ചാൽ എന്താ? ഏകദൈവം, ഒറ്റ ദൈവത്തെ മാത്രം നമ്മൾ പൂജിച്ചാൽ മതി എന്നുള്ളത്. അതൊക്കെ എന്ത് ചെയ്തു? ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. കൺവീനിയൻസ് ദ പീപ്പിൾസ് എബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും
മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ മാരേജ് റീമാരേജ് എന്ന് വെച്ചാൽ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹവും അതുപോലെ തന്നെ വിധവാ വിവാഹവും എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ആരുടെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അടുത്ത ഭക്ത പോയിട്ട് വേർ ഡിവോട്ടീസ് ഓഫ് ശിവ. നമ്മൾ ഒന്നാമത് തന്നെ പഠിച്ചതാണ് അല്ലെ. ഭക്തകവികളിൽ ശിവഭക്തരെ വിളിക്കുന്നത് നയനാർസ്. ശിവന്റെ നയനാർസും വിഷ്ണുവിന്റെ അൽവാർസും. ബസവണ്ണയെ കുറിച്ച് ചോദിച്ചാൽ ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാ വേദിയുടെ പേര് ഒരുപാടെടുത്ത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അനുഭവ മണ്ഡപം. എന്താണ് ഈ അനുഭവ മണ്ഡപം എന്നും പറഞ്ഞില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. ഈ അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലീഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ഈ അനുഭവ മണ്ഡപത്തെ കുറിച്ച് ചോദിച്ചാൽ ഇംഗ്ലീഷ് മീഡിയക്കാർ തന്നെ ഇത്രയും എഴുതണം. മലയാളം മീഡിയ 12ാം നൂറ്റാണ്ടിൽ നമ്മുടെ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾ എഴുതിക്കോണേ കേട്ടോ. ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ് ദ ഭക്തി മൂവ്മെന്റ് പോപ്പുലർ. ഏത് സംസ്ഥാനത്താണ് ഭക്തി പ്രസ്ഥാനം ജനകീയമായത്? തമിഴ് കേട്ടോ, തമിഴ്. ദ വേർഡ്സ് പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ ബൈ. ദ വേഴ്സ് പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ. ഈ പെരുമാൾ തിരുമൊഴി എഴുതിയത് ആരാണ്? കുലശേഖര ആൽവാർ. നമ്മളത് പറഞ്ഞതാ. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരെല്ലാം? മേജർ പോയിറ്റ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഡിവോട്ട്സ് ഓഫ് വിഷ്ണു. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലെ, കുലശേഖരൻ നമ്മൾ പറഞ്ഞതാണ്. ശിവഭക്തർ ആരൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരിഞ്ഞു പോകല്ലേ കേട്ടോ. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്നതാണ്. ഭക്ത പോയിറ്റ് വേർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു. ഒത്തിരി എടുത്ത് പറഞ്ഞു. അൽവാർസ് ആണ്. ശിവന്റെയും വിഷ്ണുവിന്റെയും തിരിഞ്ഞു പോകരുത്. ഇനി ഈ സൂഫികളുടെ താമസ സ്ഥലത്തിന് ഖാൻഗാഹുകൾ. സൂഫി വിഭാഗങ്ങൾ അറിയപ്പെടുന്നത് സിൽസിലകൾ. അന്നും പറഞ്ഞില്ലേ, സൂഫി വിഭാഗങ്ങൾ അറിയപ്പെടുന്നതിന് സിൽസിലകൾ എന്നാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത് എന്നാണ്? 1855. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം 1557 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണെന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ നിങ്ങൾ. 1947 ഓഗസ്റ്റ് 15 കേട്ടല്ലോ. ഇനി അടുത്ത് What is Bhakti? Bhakti is the total submission of one's life to God. What is Bhakti movement? നമ്മൾ പറഞ്ഞതാണ്. ലീഡ് ചെയ്തതും എന്ന് വെച്ചാൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഭക്തി മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ അഥവാ എഴുതിയില്ലെങ്കിൽ എഴുതിക്കോണം. വളരെ ഇമ്പോർട്ടൻ്റ് നോക്കി 10 എഴുതിയതാണ്. അതുപോലെ തന്നെ ഡ്യൂറിങ് വിച്ച് സെഞ്ചുറീസ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് എക്സിസ്റ്റ് ചെയ്തത് 7ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയാണ്. അൽവാർസിനെ പറയുന്നത് 4000 ദിവ്യപ്രബന്ധം, നയനാർസ് തിരുമുറൈകൾ കേട്ടോ. അത് ഒത്തിരി എടുത്ത് ഞാനിപ്പോൾ എഴുതി, കാരണം 2ാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അടുത്ത നമുക്ക് നോക്കിക്കേ. ദ വേഴ്സ് പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ ബൈ. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആൽവാറാണ്. ഭക്തി പ്രസ്ഥാനം നമ്മളിപ്പോൾ ഒത്തിരി പറഞ്ഞു. ഇതാണ് കുഞ്ഞുങ്ങളെ ഭക്തി പ്രസ്ഥാനം. ഭക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ളത്. ആഴ്വാർമാരും നായനാർമാരും ആരാണെന്ന് ചോദിക്കും. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിക്കുന്ന ഭക്ത കവികൾക്ക് ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. അങ്ങനെ വിഷ്ണു ഭക്തരെ ആഴ്വാർമാരെന്നും ശിവഭക്തരെ നായനാർമാരെന്നുമാണ് വിളിച്ചിരുന്നത്. ഇനി ആൽവാർസ് ഡിവോട്ട്സ് ഓഫ് വിഷ്ണു യുടെ പേരും അതുപോലെ തന്നെ നയനാർസ് ഡിവോട്ട്സ് ശിവഭക്തന്മാരുടെയും പേര് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കണ്ടോ. അടുത്തത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? കമ്പോസിഷൻസ് ആൻഡ് സൈനിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങളുടെയും രചനകളുടെയൊക്കെ ആലാപനം. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഡീപ്പ് ഡിവോഷൻസ് ടു ദ ബിലൗഡ് ഡൈറ്റി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ദൈവത്തോടുള്ള അഗാധമായ ഭക്തി. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം എന്നിവയാണ്.
അനുഭവ മണ്ഡപം എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ, ഇതിൽ അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. പിന്നെ ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങൾ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. പഠിച്ചോണേ. ഓക്കെ, ഇനി ഫിലോസഫർ, സോഷ്യൽ റിഫോർമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century ഫിലോസഫിസ്റ്റ്. 12ാം നൂറ്റാണ്ടിലെ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന വ്യക്തിയുടെ പേരാണ് ബസവണ്ണ. നെയിം ഓഫ് ദ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പേര് വീരശൈവ പ്രസ്ഥാനം എന്നാണ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് എഴുതിക്കോണം കേട്ടോ. മൊണോത്തിസം എൻകറേജ് ചെയ്യുന്ന ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാലും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഭക്തി മൂവ്മെന്റ്, കബീറിന്റെ സ്പ്രെഡ് ഐഡിയാസ് നമ്മൾ പറഞ്ഞു, ദോഹാസ്. പിന്നെ കബീറിന്റെ ആശയങ്ങൾ എന്തെല്ലാമാണെന്നൊരു ചോദ്യം. ഐഡിയ ഓഫ് കബീർസ് ഐഡിയാസ് കേട്ടോ. ഇവിടെ എങ്ങനെ ഒരു ചോദ്യമുണ്ട്. കണ്ടോ, ഇത്ര ഇംഗ്ലീഷ് ആട്ടോ. ഒരു 7 പോയിന്റ് കബീറിൻ്റെ ആശയങ്ങൾ. അതായത് കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിർമ്മിച്ച 2 പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതിവ്യവസ്ഥ, തൊട്ടുകൂടായ്മ, മതപരമായ ആചാരങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന മുതലായവ അർത്ഥശൂന്യമാണെന്നും അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വംശം, പൈതൃകം, സമ്പത്ത് തുടങ്ങി എല്ലാത്തരം വിവേചനങ്ങളും കബീർ വിമർശിച്ചു കേട്ടോ. കബീറിനെ കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ വേർ വാസ് ഗുരുനാനാക്ക് ബോൺ എവിടാണ് ഗുരുനാനാക്ക് ജനിച്ച സ്ഥലം ഏതാണ്? ഗുരുനാനാക്ക് വാസ് ബോൺ ഇൻ 15th century ഇൻ ദ വില്ലേജ് ഓഫ് തൽവാണ്ടിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തൽവണ്ടി ഇന്ന് എവിടെ? ഷേഖ്പൂർ കേട്ടോ. ഷേഖ്പൂർ പഞ്ചാബിലെ ഷേഖ്പൂരിലെ തൽവണ്ടിയിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. എന്തൊരു പേരൊക്കെ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐഡിയാസ്, വാട്ട് വേർ ദ മെത്തേഡ് അഡോപ്റ്റ്? ഗുരുനാനാക്ക് സ്പ്രെഡ് ഐഡിയ. ഗുരുനാനാക്കിൻ്റെ മുമ്പ് കബീർ സ്പ്രെഡ് ഐഡിയ ഉണ്ട്, ഇനി ഇത് ഗുരുനാനാക്ക് സ്പ്രെഡ് ഐഡിയ കേട്ടോ. പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു 4 പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമാണ്? ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രധാന ഫലങ്ങൾ: സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങളുണ്ടായി. ജാതി വ്യവസ്ഥയ്ക്കും പ്രത്യേക സ്ഥാനമാനങ്ങൾക്കും ചോദ്യം ചെയ്യപ്പെട്ടു. സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു. അധ്വാനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി. പിന്നെ അനാചാരങ്ങൾക്കെതിരെ ചിന്താഗതി രൂപപ്പെട്ടു എന്നിവയൊക്കെയാണ്. നമ്മളിവിടെ ഇപ്പുറത്ത് ഉണ്ടായിരുന്നു. അതായത് നമ്മളത് കുറേയൊക്കെ പറഞ്ഞതാണ്. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയാണ് മീരാബായി. ആരാണ് മീരാബായി? കൃഷ്ണ ഭക്തയാണ് മീരാബായി അല്ലേ. കൃഷ്ണഭക്ത രാജ്പുട്ട് പ്രിൻസസ് ഹൂ ലിവ്ഡ് ഇൻ ദ, ആ പേര് ഒന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. എന്താണ്? ചിത്തോറിൽ നാട്ടാണ്. ചിത്തോർ രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. ഡിവോട്ടി പോയറ്റ് ഹു വെയർ ഫേമസ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഭക്ത കവയിത്രിയാണ് കാരക്കമ്മേളും ആണ്ടാളും. അതുപോലെ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് ഫഹീനാബായിയും സൊയ്റാബായിയുമാണ് കേട്ടോ. അതൊക്കെ ഒരു മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഹൂ ലീഡ് ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് ആരാണ്? ഫഹീനാബായിയും സൊയ്റാബായിയും. കാശ്മീരിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കൊടുത്തതോ ലാൽ ഭേദാണ് കേട്ടോ. കാശ്മീരിലെ ചിലപ്പോൾ അത് ചോദിക്കും ഒരു മാർക്കിന്. ഇതൊക്കെ ഓരോ സ്ഥലത്തെയാണ്, ആരാണെന്നൊക്കെ അങ്ങ് എഴുതിക്കോണം കേട്ടോ. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ പോകുന്നത് നമുക്ക് എല്ലാ ചാപ്റ്ററും വേണ്ടതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സൂഫിസം അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ സൂഫികളെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് വീണ്ടും ഒന്നുകൂടി എഴുതിയതേ ഉള്ളൂ. 2ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, 2ാമത്തെ ചാപ്റ്റർ ഇത് മതി കുഞ്ഞുങ്ങൾ. നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് 3 എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാം എഴുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത 3ാമത്തെ ചാപ്റ്റർ നോക്കാം. 3
ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ദ നേഷൻ? രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. വാട്ട് ഐഡിയ ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ആശയങ്ങളാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്? സോവറിനിറ്റി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, ഫ്രീഡം, സെക്യുലാരിസം. അതായത് പരമാധികാരം വേണം, സമത്വം വേണം, സാഹോദര്യം വേണം, ലിംഗനീതി വേണം, സ്വാതന്ത്ര്യം വേണം, മതേതരത്വം വേണം. അപ്പാർട്ട് ഫ്രം എൻഡിങ് ഫോറിൻ റൂൾ, വാട്ട് വെയർ ദ അതർ ഗോൾസ് ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്? വിദേശ ഭരണം അവസാനിക്കുന്നതിന് പുറമെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദേശ ഭരണം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. The main objectives of the freedom struggle was not only to end foreign rule but also to ensure better social and political life for every Indian. അതിൻ്റെ മലയാളം ഇംഗ്ലീഷാണ്. ഹൗ ഡിഡ് ദ അറൈവൽ ഓഫ് ഗാന്ധിജി അഫക്റ്റ് ദ നാഷണൽ മൂവ്മെന്റ്? ഗാന്ധിജിയുടെ വരവ് ദേശീയ പ്രസ്ഥാനത്തെ എങ്ങനെ ബാധിച്ചു? അതായത് വിത്ത് ദ അഡ്വെന്റ് ഓഫ് ഗാന്ധിജി ദ ഫ്രീഡം മൂവ്മെന്റ് ട്രാൻസ്ഫോംഡ് ഇറ്റ് സെൽഫ് ഇൻ ടു എ മാസ് മൂവ്മെന്റ്. ഗാന്ധിജിയുടെ ആഗമനത്തോടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് അങ്ങ് രൂപപ്പെട്ടു എന്നതാണ്. അടുത്തത്, സം ഓഫ് ദ ഐഡിയ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. പേജ് നമ്പർ 41 പറയുന്ന ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകണം. സിവിൽ റൈറ്റ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. പൗര അവകാശങ്ങൾ ഉറപ്പാക്കണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷ്യൂർഡ്. സാമൂഹ്യ നീതി ഉറപ്പാക്കണം. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി എൻഷ്യൂർഡ്. ജനാധിപത്യ ഭരണം ഉറപ്പാക്കണം എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസ് ബിക്കം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇവാലുവേറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി വിലയിരുത്തുക. അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താൻ. ഒന്ന്, ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് 1857 ഹെൽപ്ഡ് ടു ഡെവലപ്പ് എ നാഷണൽ കോൺഷ്യസ്നസ് എമംഗ് ദ പീപ്പിൾ. 1857 സ്വാതന്ത്ര്യ സമരം ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തിയെടുക്കാൻ സഹായിച്ചു. അടുത്ത, ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ വെയർ നോട്ട് ഓൺലി ടു എൻഡ് ഫോറിൻ റൂൾ ബട്ട് ആൾസോ ബി എൻഷുർ എ ബെറ്റർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഫോർ എവരി ഇന്ത്യൻ. മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യം അല്ലേ? സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ വിദേശ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയപരമായ ജീവിതം ഉറപ്പാക്കുക എന്നതാണ്. അടുത്ത, വിച്ച് വാസ് ദ ലീഗൽ കോഡ് ഫോളോവഡ് ബൈ ഇന്ത്യ ടിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ ഇൻ 1950? ഇന്ത്യ ഫോളോവഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935 until India became a republic. Many idea and provisions of our constitutions were taken from this act. Our constitutions came into force on 26th January 1950, replacing this act. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? അതിൻ്റെ മലയാളം അതിൻ്റെ മലയാളം എന്തെങ്കിലും 7 കഴിഞ്ഞാൽ പിന്നെ 8, 9 ഇവിടെ പോയി. മലയാളം കാണുന്നില്ല. ഓക്കെ, നമ്മുടെ ഈ പാഠം രണ്ടാമത്തെ പാഠത്തിനകത്തിലുണ്ട് കേട്ടോ. ഇത് 10 വന്നേക്കുന്ന 2 പേജ് പോയില്ല. ഞാനിപ്പോൾ കണ്ടത് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. അതായത് നമ്മുടെ ചാപ്റ്റർ 3 ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫുൾ നോട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് വാസ് ദ ത്രിപാർട്ടി കമ്മിറ്റി ദാറ്റ് വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 ടു ഡിസ്കസ് ട്രാൻസ്ഫർ ഓഫ് പവർ. അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 1947 ഇന്ത്യ സന്ദർശിച്ച ത്രികക്ഷി സമിതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷനാണ്. അടുത്തത്, വൈ ഡസ് അവർ കൺട്രി ഗിവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻസ് റൈറ്റ്? അതായത് നമ്മുടെ രാജ്യം കുട്ടികളുടെ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ചിൽഡ്രൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാവി തന്നെ കുട്ടികളുടെ കയ്യിലാണ് അല്ലേ? ദർ റൈസ് മാർക്ക് ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. അവരുടെ ഉയർച്ച രാജ്യത്തിന്റെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്താണ് പോക്സോ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, PC എന്ന ഫുൾ ഫോം ആണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. Poxo. The Poxo Act is a law enacted to prevent violence against children. The right guaranteed by the Constitution of India are exercised without distinctions between men and women. The law considered all under the age of 18 as children. Officers handling Poxo cases known as the Child Welfare Policy Officer. According to this law, case of sexual assault
are to be reported to the special juvenile police unit or the local police. അതായത് അതിൻ്റെ മലയാളം ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ ഇവിടെ പോയി, അതിൻ്റെ മലയാളം ഉണ്ടായിരുന്നു, നോക്കട്ടെ, അതിൻ്റെ മലയാളം ഞാൻ പറയാം കേട്ടോ, ഇംഗ്ലീഷ് എഴുതിയെടുത്തോണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക. ഡിഫൈൻസ് ആൻഡ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ്, സർക്കാരിന്റെ അധികാരങ്ങൾ നിർവചിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിസർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം കാത്തുസൂക്ഷിക്കുന്നു. അടുത്ത ഇറ്റ്സ് സ്റ്റാൻഡ് ആസ് ദ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്സ് ദാറ്റ് ഡയറക്റ്റ് ദ നേഷൻ, രാഷ്ട്രത്തെ നയിക്കുന്ന അടിസ്ഥാന രേഖയായിട്ട് അത് നിലകൊള്ളുന്നു. ഡിഫൈൻസ് ദ ബേസിക് വാല്യൂ ആൻഡ് ദ ഐഡിയൽസ് ഓഫ് ദ നേഷൻസ്, രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ നിർവചിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കാൻ റിപ്പബ്ലിക് ഡേയുടെയാണ് കേട്ടോ. അത് എന്ന് വെച്ചാൽ നോക്കിയേ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, പ്ലക്കാർഡാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഡിഫൈൻ ദ കൺട്രീസ് കോർ വാല്യൂസ്, രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ നിർവചിക്കുന്നു. പ്രിവെന്റ് അബ്യൂസ് ഓഫ് പവർ, അധികാര ദുർവിനിയോഗം തടയുന്നു. ഗിവിംഗ് ഡിറക്ഷൻസ് ടു ദ കൺട്രി, രാജ്യത്തിന് ദിശാബോധം നൽകുന്നു. പിന്നെ പേജ് നമ്പർ 51 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, സോഷ്യലിസവും മതേതരത്വ സമഗ്രതയും. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26 ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? അത് ഏത് വർഷമാണ്? ഒന്നാമത് വരുത്തിയ ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ്, അത് 1951 രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശങ്ങളായിട്ട് നിലനിന്നു എന്ന് വെച്ചാൽ 28 വർഷമാണ്. അത് 1978 വരെ ഉള്ളായിരുന്നു ഇതൊക്കെ കേട്ടോ, 78 വരെ. ഓക്കെ, അതും പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ദ ഫസ്റ്റ് മാസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂള്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ, അതായത് 1935 അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കൊണ്ടുവരിക, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു എന്നുള്ളതാണ്. മലയാളം മീഡിയക്കാർക്കുള്ളതാണ് അത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബൈകാമൽ ലെജിസ്ലേറ്റീവ് ആക്ട് അറ്റ് ദ സെന്റർ, ബൈകാമൽ ലെജിസ്ലേറ്റീവ് ഇൻ 6 പ്രൊവിൻസ്, 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസുകൾ, സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വുമൺ ആൻഡ് വർക്കേഴ്സ്, പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ പ്രൊവിൻസ്, സെന്റർ ആൻഡ് ദി പ്രൊവിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്ന 1947 ഡിസംബർ 9 തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന അംഗീകരിച്ചത്, അതിൽ ഒപ്പുവെച്ചതും 1949 നവംബർ 26 ഇത് നിലവിൽ വന്നത് 1950 ജനുവരി 26 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ, ടെസ്റ്റിൽ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താണെന്ന് കേട്ടോ. ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ, അത് ബോക്സ് ഇട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ പറയണ്ടല്ലോ, ബോക്സിൽ കൊടുക്കുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. വാട്ട് ഐഡിയാസ് നമ്മൾ പറഞ്ഞു, ഈ 5 എണ്ണം നല്ലപോലെ പഠിക്കണം കേട്ടോ, നല്ലതുപോലെ. അതുപോലെ തന്നെ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്, അതിപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ്. ഓക്കെ, കുട്ടികളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ കുട്ടികളുടെ ചിൽഡ്രൻസ് റൈറ്റ്സുകൾ, ബാലവേല നിരോധനം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലനീതി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം അത് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പോക്സോയെ കുറിച്ച് മലയാളം. അതെ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്നൊരു നിയമമാണ് കുഞ്ഞുങ്ങളെ പോക്സോ എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനും കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO എന്നാണ് പറയുന്നത്.
കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നാം എന്തെല്ലാം ചെയ്യാവുന്നതാണ്? ക്രൈം എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നൊരു ചോദ്യമുണ്ട്. ലഹരി വസ്തുക്കളെ അകറ്റി നിർത്തുക, സ്റ്റേ അവേ ഫ്രം ഇൻടോക്സിക്കൻ്റ്. മാതാപിതാക്കളോട് എല്ലാ വിവരവും തുറന്നു പറയുക, ഓപ്പൺ അപ്പ് ഓൾ ദ ഇൻഫർമേഷൻസ് ടു ദ പേരൻസ്. രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരുടെ ഫോൺ നമ്പർ മനഃപ്പാഠമാക്കുക. മെമ്മറൈസ് ദ ഫോൺ നമ്പർ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഡു നോട്ട് വേവ് അറ്റ് അവർ ബോർഡ് അൺഫെമിലിയർ വെഹിക്കിൾ. അതുപോലെ നമ്മൾ ഏതെങ്കിലും പരിചിതമല്ലാത്ത വാഹനങ്ങളിൽ കൈ കാണിക്കുകയോ കയറുകയോ ഒന്നും ചെയ്യരുത്. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ? അത് എന്നു മുതൽ? അതെ. ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തി 2010 ഏപ്രിൽ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതുവരെ എത്ര തവണയാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ടുള്ളത്? 106 തവണ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി എപ്രകാരമാണെന്നാണ് കേട്ടോ. അത് ചോദിച്ചോണേ. ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 ജനുവരി 26 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1946. ഭരണഘടനയുടെ നിർമ്മാണ കാലയളവ് എന്ന് വെച്ചാൽ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഭരണഘടന അംഗീകരിച്ചിട്ട് ഒപ്പുവെച്ചത് 1949 നവംബർ 26. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? നിശ്ചിത പ്രായം പൂർത്തിയായ ഏതൊരാൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത അറിയപ്പെടുന്നത് ഭരണഘടന എന്നുള്ളതാണ്. ഏക പൗരത്വം എന്നാൽ എന്ത്? രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക ഒരു പൗരത്വമൊന്നും ഇല്ല. വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന ഭരണഘടന 21A വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലക്ഷ്യം 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. What is meant by the injustice? 4ാമത്തെ പാഠത്തിൻ്റെയാണ് ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ദ മെയിൻ സ്ട്രീംസ് ഓഫ് സൊസൈറ്റി, ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവകാശങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻജസ്റ്റിസ് എന്നാൽ എന്ത്? 4ാമത്തെ പാഠത്തിന് 1ാമത്തെ ചോദ്യം തന്നെയാണ്. ഇതിനകത്തിലെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്നാൽ എന്താണ്? മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിംഗ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസ് വെയർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരികുവൽക്കരണത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? കോസസ് ഓഫ് മാർജിനലൈസേഷൻ. മാർജിനലൈസേഷൻ occurs through natural disasters such as flood, earthquake, landslide, sea erosions, etc. The man-made disasters such as war, accident, industrial disasters. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുക, ഭൂമികുലുക്കം ഉണ്ടാകുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുക, കടൽക്ഷോഭം മുതലായവയൊക്കെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലേ, നാച്ചുറലാണ്. പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾ അല്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. ഇതുവഴി നമ്മുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് അരികുവൽക്കരണം സംഭവിക്കുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അത് നമ്മുടെ ടെസ്റ്റിലുണ്ട്. ഞാനത് പാർട്ട് 4 നോട്ടിലുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് വിശദമായിട്ട് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ മാർജിനലൈസേഷൻ? ഇത് 4 ഉണ്ടല്ലേ. 1ാമത്തത് സോഷ്യൽ മാർജിനലൈസേഷൻ, 2 എക്കണോമിക് മാർജിനലൈസേഷൻ, 3 പൊളിറ്റിക്കൽ, 3 ഉണ്ടല്ലേ. അപ്പോൾ ആളുകളെ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹ്യമായിട്ട് വിവേചിക്കൽ, ഇവയൊക്കെയാണ് ഈ സാമൂഹ്യ പാർശ്വവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷും ഉണ്ടേ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ സാമ്പത്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും സമ്പത്തും സമ്പാദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർ നിഷേധിക്കുക എന്നുള്ളതാണ് എക്കണോമിക് മാർജിനലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയമാണോ? രാഷ്ട്രീയമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടതിനാൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, തെരഞ്ഞെടുക്കുന്നതും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഇവരെന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു കേട്ടോ. ഏതാ? പൊളിറ്റിക്കലില്. അതുപോലെ തന്നെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Who are the group that marginalized and discriminating in the society? ആരൊക്കെയാണ്? സ്ത്രീകൾ
അല്ലേ? കൂടുതലും ആരൊക്കെ ഇത് അനുഭവിക്കേണ്ടി വന്നത്? സ്ത്രീകൾ അല്ലേ, വുമൺ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ദളിത്, ട്രൈബല്, മൈനോറിറ്റീസ്, പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിള്, റെഫ്യൂജേഴ്സ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, എക്സ് പ്രിസണേഴ്സ്, ഇവരൊക്കെ ഇത് അനുഭവിക്കേണ്ടി വന്നതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ മലയാളവും താഴെ കൊടുത്തിട്ടുണ്ട്. മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നണ്ടിതാ അയ്യങ്കാളി, അതിനകത്തിലെ പഞ്ചമി എന്ന് പറയുന്ന ഒരു ബാലികയെ സവർണ ജാതിക്കാർ പഠിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രതിഷേധിച്ച് നമ്മുടെ അയ്യങ്കാളി ആ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ച് സ്കൂളിൽ ചെന്നിട്ട് അതിനെ കയറ്റിയിരുത്തിയൊക്കെ ചെയ്ത സംഭവമായി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതുകൊണ്ടാണ് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിലുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതിന് അയ്യങ്കാളിയുടെ പ്രധാന മഹത്വം എന്തെല്ലാമാണ്? അയ്യങ്കാളിയെക്കുറിച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ മലയാളത്തിൻ്റെ ഇംഗ്ലീഷാണ്. ഓക്കെ. പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾ 3-4 മാർക്കിൻ്റെ ചോദ്യമായി പറയുന്നതൊക്കെ കേട്ടോ. നിസ്സാരമായിട്ടൊന്നും കരുതല്ലേ. ഓക്കെ, ഇതാണ് അതിൻ്റെ ചോദ്യം. കണ്ടല്ലോ ചോദ്യം, അതിൻ്റെ കൂടെ തന്നെ ഞാൻ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. സോഷ്യലൊക്കെ നമ്മളെപ്പോഴും അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. കാരണം ചോദ്യം ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ചോദ്യം വരുന്നത്. അപ്പോൾ ടെസ്റ്റ് നല്ലപോലെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അറിയില്ലേ മലയാളം ഇതിനകത്ത് തന്നെ ഉണ്ട് കുഞ്ഞുങ്ങൾ, എല്ലാ മലയാളവും ഉണ്ട്. ഇപ്പം നോക്കിയേ, ഗോത്ര ജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചൊരു കുറിപ്പ്. ഗോത്രവർഗം ഉണ്ടല്ലോ അല്ലേ? ഗോത്രവർഗം എന്ന് വെച്ചാൽ ആരാ? ഈ ആർട്ടിസ്റ്റിക് ട്രൈബൽ പീപ്പിൾ അല്ലേ? ട്രൈബൽ പീപ്പിളിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ ഇംഗ്ലീഷും ഉണ്ട് മലയാളം. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായിട്ട് അറിവുകൾ നിർമ്മിക്കുവാനും അവ പ്രയോഗിച്ച് ജീവിക്കുവാനും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അവർ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായിട്ടുള്ളവരാണ് ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. നഞ്ചിയമ്മ, കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നത് നഞ്ചിയമ്മയെ കുറിച്ചായിരുന്നു കേട്ടോ. നഞ്ചിയമ്മയുടെ പടം തന്നിട്ട് ഇവരാരാന്നും ഇവരെന്തുവാന്നും ഒക്കെ ഞാൻ ചോദിച്ചത്. അടുത്ത, ഗോത്രജനത അരികുവൽക്കരിക്കപ്പെട്ടത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഈ ഗോത്രജനത അരികുവൽക്കരിക്കപ്പെട്ടതെന്ന് നാക്കൂരി പോയി കൊച്ചോ. ഓക്കെ, എൻ്റെ മലയാളവും ഇംഗ്ലീഷോ നിങ്ങൾ ഇത് കേട്ടോ. ഓക്കെ, 50 മിനിറ്റ് കൊണ്ട് ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ച്. അടുത്ത, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഭിന്നശേഷിയുള്ളവർ. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ടെന്ന് പറയുന്നു അല്ലേ? ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഡിസബിലിറ്റീസ്. വിദ്യാർത്ഥികളുടെ ഭിന്നശേഷിക്കാരുണ്ടല്ലോ അല്ലേ, അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ ഉണ്ടായിരുന്നു, ഇമോഷണൽ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ. അതിൻ്റെ എല്ലാം മലയാളം ഉണ്ട് കേട്ടോ. ഭിന്നശേഷിയുള്ള കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. സിവിൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം കൊണ്ടത് ശ്രീനാരായണ ഗുരുവാണ്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ജ്യോതിറാവ് ഫുലെയാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് പെരിയാർ EV രാമസ്വാമി നായ്ക്കരാണ് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ എന്നാലും പറഞ്ഞില്ല. ഇക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷനും ആർട്ടിക്കിൾസ് അത് ചോദിക്കുക. എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏത് ആർട്ടിക്കിൾസിൽ വരുന്നതാണ്? ആർട്ടിക്കിൾ 14 കേട്ടോ. തൊട്ടുകൂടായ്മ നിരോധിക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 17. പിന്നെ മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയൊക്കെ യാതൊരു വിവേചനവും പാടില്ല, അങ്ങനെയുള്ള ഒന്നും പാടില്ല എന്നുള്ളത് ആർട്ടിക്കിൾ 15 കേട്ടോ. അപ്പോൾ 4 ചാപ്റ്ററിൻ്റെയും എന്തെങ്കിലും ഡൗട്ട്, ഞാൻ ഈ പറഞ്ഞതൊക്കെ 4 ചാപ്റ്റർ നമ്മുടെ ലിങ്കിലുണ്ട്, ചാനലിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. നമ്മൾ ഇതിൻ്റെ ഫുൾ നോട്ടും നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് ഓരോ പാഠം വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. എല്ലാവർക്കും വിജയാശംസകൾ നേടുന്നു. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് ഞാൻ വിചാരിച്ച ഒരു ലൈവ് വീഡിയോ ഇടാം. എൻ്റെ ഇത്രയും 40K ആവാൻ പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങളെ എല്ലാവരെയും കൂടെ വെച്ചിട്ടൊരു ലൈവ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. അപ്പോൾ ഇത് കേൾക്കുന്നത് ലാസ്റ്റ് വരെ കേട്ടവരായിരിക്കാം ഇത് കേൾക്കുന്നത്. അപ്പോൾ കേട്ടവരുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ കേട്ടോ, ഒന്ന് അറിയാമല്ലോ. അപ്പം നമുക്കൊരു ഓണമൊക്കെ ആകുമ്പോൾ ഒരു ലൈവ് വീഡിയോ ഇടാം. ഓക്കെ, താങ്ക് യു.